സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല നാടൻ തക്കാളി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിന് വേണ്ടത് ഇത്രയും ഐറ്റംസ് വേണം നിങ്ങൾക്ക്. ഫസ്റ്റ് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി നിങ്ങൾക്ക് ആവശ്യത്തിന്. ഒരു 3-4 പേരാണ് ചെറിയ ഇഞ്ചി വേണം. ഉപ്പ് റെഡി ആയിരിക്കണം. വെളുത്തുള്ളി പാകത്തിന് 1-2 വെളുത്തുള്ളി നിങ്ങൾക്ക് ഇടാം. പിന്നെ പച്ചമുളക് 1-2 പച്ചമുളക്. പിന്നെ കൂടുതൽ എരുണ്ടാകാൻ പാടില്ല. പിന്നെ ആവശ്യത്തിന് മാങ്ങ, 3-4 പീസ് മാങ്ങ. പിന്നെ ഒരു തക്കാളി. ഈ തക്കാളി നമ്മൾ ചൂടാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. തക്കാളി നിങ്ങൾക്ക് ചൂടാക്കണം. അത് ഗ്യാസിലോ നിങ്ങൾക്ക് പുറത്ത് അടുപ്പിലോ നിങ്ങൾക്ക് ചൂടാക്കുക. നല്ല തക്കാളി എടുക്കുക, നല്ല പഴുത്ത തക്കാളി എടുക്കുക. പക്ഷെ പെട്ടെന്ന് ചൂടാവും. ഒരു തക്കാളി എല്ലാം നല്ല വെന്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. തൊലിയെല്ലാം റിമൂവ് ചെയ്യണം നമ്മൾ. മിക്സി റെഡിയാക്കുക. മിക്സിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സാധനങ്ങൾ എല്ലാം 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. കാണിച്ചു തരാം. കോക്കനട്ട് ആഡ് ചെയ്യുക. ബാക്കി ഉള്ളി ആഡ് ചെയ്യുക. ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ 1-1.5 മുളക് എല്ലാം ആഡ് ചെയ്യുക. മാങ്ങ ഇടുക. എന്നിട്ട് ആവശ്യത്തിന് മുളക് ഇടുക. മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് കൂടുതൽ ക്രഷ് ചെയ്യാൻ പാടില്ല. 1-2 മിനിറ്റ് മിക്സിയിൽ അടിക്കുക. ഒരുവിധം ഓപ്പൺ ചെയ്ത് നോക്കുക. ശരി ഫ്രഷ് ആയിട്ടില്ല ഉണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്തു. ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. ഇപ്പോൾ ഒരുവിധം ചമ്മന്തി എല്ലാം ആയിട്ടുണ്ട്. കൂടുതൽ ഗ്രൈൻഡ് ആകരുത്, ടേസ്റ്റ് പോയി കളഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ റെഡിയായ തക്കാളി, വേവിച്ച തക്കാളി അതിലേക്ക് ഇടുക. ചെറിയ തക്കാളി ആഡ് ചെയ്യുക. ചെറിയ തക്കാളി മതി. അതിനുശേഷം ജസ്റ്റ് ക്രഷ് ചെയ്യുക. കൂടുതൽ ഇടാൻ പാടില്ല, ജസ്റ്റ് ക്രഷ് ചെയ്യുക. 30 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. തക്കാളി റെഡി ആയിട്ടുണ്ട്. തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇടുക. ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ ടേസ്റ്റ്! നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.